പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ അറിയപ്പെടാത്തവർ എന്ന പ്രോഗ്രാമിലേക്ക് പ്രിയമുള്ളവരെല്ലാം ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനത്തിലായിരിക്കുന്ന അനേക ദേവദാസന്മാരെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ സാധിച്ചു. അവയിൽ ചിലരെങ്കിലും എൻ്റെ വീക്ഷണത്തിൽ അതികഠിനമായ അധ്വാനം ചെയ്യുമ്പോഴും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരുടെയും ശ്രദ്ധ വേണമെന്ന ആഗ്രഹമില്ലാതെ, യാതൊരു ലാഭേച്ഛയുമില്ലാതെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന അനേക ദേവദാസന്മാരെ എനിക്ക് കാണുവാൻ സാധിച്ചു, അവരെ പരിചയപ്പെടുവാൻ സാധിച്ചു. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് മുൻപാകെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇന്നേ വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ താല്പര്യപ്പെടുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഉള്ള ദേവദാസന്മാരെ കുറിച്ചുള്ള ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ട ഒരു ദേവദാസനാണ്. കോട്ടയം സ്വദേശിയായ ഒരു ദേവദാസൻ. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ കെ ബിജു എന്നാണ്. യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുവാൻ ഇടയായത്. ഒരു പ്രത്യേകത ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് വളരെ മാന്യമായ പെരുമാറ്റ രീതിയാണ്. എൻ്റെ ഹൃദയത്തെ അത് നന്നായിട്ട് സ്പർശിച്ചു. മാത്രമല്ല, ഞാൻ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ കർത്താവിൻ്റെ ഒരു അഭിഷിക്തനാണെന്ന് മനസ്സിലായി. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു ദേവദാസനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകളിൽ ശുശ്രൂഷിക്കപ്പെടുന്നവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായാൽ ആ വ്യക്തിയോട് മാനസാന്തരപ്പെടുവാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരു രീതി എനിക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ വ്യക്തിപരമായ ഒരനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ഒരു വ്യക്തി എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വളരെ പ്രതികൂലമായ ഒരു സാഹചര്യം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്കൊരു പ്രചോദനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ അങ്ങനെയാണ് ബിജു പാസ്റ്ററെ അക്കാര്യം അറിയിക്കുകയും ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് കുടുംബമായിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രയാസമേറിയ വിഷയത്തിൽ വിടുതൽ ആ കുടുംബം അനുഭവിക്കുകയും ചെയ്തു. ഇതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അനേകർക്ക് രോഗശാന്തി ലഭിക്കുകയും അനേകരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തരണം ചെയ്യുവാൻ അവരെ സഹായിക്കുകയും ചെയ്ത ഒരു ദേവദാസനാണ്. അതിനാൽ തന്നെ പാസ്റ്റർ കെ ബിജുവിനെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ കൃപ ദേവദാസനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇനിയുള്ള സമയം അദ്ദേഹമാണ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തലങ്ങൾ, ഇപ്പോഴായിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിന് കർത്താവ് കൊടുക്കുന്ന കൃപയാൽ നിങ്ങളോട് സംസാരിക്കുകയും അതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള പ്രത്യാശയോടെ ഞാൻ ഈ പ്രതലം അദ്ദേഹത്തിന് കൈമാറുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി എന്ന ചാനലിലൂടെ പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയം എൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് കെ ബിജു. ഞാൻ കോട്ടയം ജില്ലയിലെ കങ്ങഴ പത്തനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതായിരുന്നു. ആ സമയം ഞങ്ങളുടെ മാതാവാണ് ഞങ്ങളെ വളർത്തുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് മാറിപ്പാർക്കാനുള്ള സ്ഥിതി വന്നു. ഞങ്ങളുടെ അമ്മയുടെ വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ബാധ്യതയായി തീരും എന്ന് പറഞ്ഞ് പലപ്പോഴും ഞങ്ങളെ ഇറക്കി വിടുന്നതും ഒക്കെ അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായാൽ ഇടയായി തീർന്നു. അത് മുഖാന്തരം ഞങ്ങൾ
ഞങ്ങൾ ബന്ധുവായിരിക്കുന്ന ഒരു സഹോദരൻ്റെ ഒപ്പം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് ഞങ്ങളവിടെ പോയി കുറച്ച് നാള് അവരുടെ കൂടെ താമസിക്കുകയും ഞങ്ങൾക്ക് അവിടെയാണ് എൻ്റെ ബാക്കി വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടത്താൻ ഇടയായി തീർന്നത്. അവിടെ വെച്ച് ഏകദേശം 18 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പോരാൻ ഇടയായി തീർന്നു. അപ്രകാരമാണ് ഞങ്ങൾ കങ്ങഴ പത്തനാട് എന്ന സ്ഥലത്ത് അവിടെ വന്ന് ചെറിയൊരു വീട് മേടിച്ച് താമസിക്കാൻ ഇടയായി തീർന്ന് അവിടെ വന്ന സമയത്ത് കത്തോലിക്ക സമുദായത്തിൽ ഞങ്ങളുടെ മാതാവ് കരിസ്മാറ്റിക്കിന്റെ വലിയ പ്രവർത്തകയായിരുന്നു. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലൊക്കെ ആൾക്കാരെ കൊണ്ട് ബസ്സൊക്കെ വിളിച്ച് പൊക്കൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ഒരു വിവാഹമൊക്കെ കഴിക്കാൻ ഇടയായി തീർന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മദ്യപാനിയായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടായി. പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും മദ്യം അടിച്ചില്ലെങ്കിൽ എന്നെ വിറയ്ക്കുന്ന അനുഭവമായിരുന്നു. പലപ്പോഴും ആ വഴിയിലും കടത്തിനുകളിലും ഒക്കെ മദ്യപിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. എൻ്റെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ തടിയുടെ പണിയാണ്. ഏറ്റവും നന്നായിട്ട് മരത്തിൻ്റെ മണ്ട കയറി തടിയുടെ മണ്ടയുടെ ശിഖരങ്ങൾ കിടക്കുന്ന ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസയുണ്ട്. ഒത്തിരി കൂട്ടുകാരൊക്കെ ആ സമയത്ത് കൂടാണ്. മദ്യം കിട്ടാവുന്ന പലപ്പോഴും ശരീരത്തിന്റെ വയലന്റ് ആകുന്ന അവസ്ഥ വരെ ഉണ്ടാകാനിടയായിരുന്നു. ആ സമയം മുതൽ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവളെ ഞാൻ പലപ്പോഴും ഉപദ്രവിക്കുന്ന അനുഭവത്തിലായിരുന്നു. പലപ്പോഴും പ്രിയപ്പെട്ടവൾ രാത്രിയുടെ യാമങ്ങളൊക്കെ ഞാൻ ഉറങ്ങി കിടന്നു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ജീവിതത്തിൽ ചെറിയ ദൈവം ചില മാറ്റങ്ങൾ എനിക്ക് തരാനിടയായി തീർന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരോ എന്നോട് പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരെ ഉപേക്ഷിക്കാനായിട്ട് ആരോട് എന്നെ പറയുന്നുണ്ട്. എന്നോട് പല പ്രാവശ്യം ഞാൻ രാത്രിയുടെ യാമങ്ങൾ ആരും പറയുന്നതായിട്ട് അനുഭവപ്പെടാൻ തീർന്നു. ഞാൻ അത് കേൾക്കാതിരുന്നു. വീണ്ടും എന്നോട് തട്ടിയിട്ട് പറയുക, ഞാൻ നിന്നോടാണ് പറയുന്നത്, നീ കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഇടയായി തീർന്നു. ഞാൻ ഹാലിയാസത്തിൽ ഒരു സമയത്ത് എനിക്ക് എന്തോ തോന്നി, എൻ്റെ ദേശത്തായിരിക്കുന്ന കവലയ്ക്ക് പോയിരിക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ലാത്ത അവസ്ഥ വന്നു. ഞാൻ ആ കൂട്ടുകാരുടെ ഇടയിൽ ആ കടത്തിനുകളിലൊക്കെ പോയിരിക്കുന്ന രാത്രി 12 മണി 1 മണിക്കൊക്കെ ആണ് വീട്ടിലേക്കൊക്കെ കടന്നു വന്നിട്ടിരുന്നത്. ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും ദൈവം അവിടെ നിന്ന് എടുത്ത് മാറ്റുവാൻ ഇടയായി തീർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഒരു രോഗം വരാനിടയായി തീർന്നു. പ്രകാരം രോഗമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ സമയം ഒരു ചെറിയ സ്ഥലം 3 സെന്റ് സ്ഥലം മേടിച്ച് താമസിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ ഒരു ദേവദാസൻ ഞങ്ങളുടെ വീടിൻ്റെ ഇടയിൽ കൂടെ ഒരു ഭവന സന്ദർശനത്തിനായിട്ട് കടന്നു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ശരീരക്ഷീണം കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ കയറി വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഒരു വിടുതൽ കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രകാരം ഞാൻ ആ ദേവാസനെ പിന്നെ കാണുവാനിടയായി തീർന്നു. ആ ദേവാസനോട് ചോദിച്ചു, ഞങ്ങളുടെ ആരാധനയ്ക്ക് കടന്നു വരുന്ന സന്തോഷമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സന്തോഷമാണ് എന്ന് പറയാനിടയിൽ തീർന്നു. ഞങ്ങൾക്ക് അല്പമുണ്ടായിരുന്ന സ്വർണവും അതെല്ലാം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളെ ആ ദേശത്തായിരിക്കുന്ന WB ചർച്ചിൽ ആ ദേവാസനോടൊപ്പം ഞങ്ങൾക്ക് ചില ആഴ്ചകളോടും അവിടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. അപ്രകാരം ഞാൻ കുറച്ച് നാളിങ്ങനെ കടന്നു പോയിക്കൊണ്ട സമയത്താണ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആ സമയം മുതലാണ് അവിടെ പുതിയൊരു ദേവാസനം കടന്നു വരാൻ എടുത്തത്. അന്ന് അദ്ദേഹത്തിന്റെ പേരാണ് WB ചർച്ചിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജെയിംസ് പി ഫിലിപ്പ് എന്ന ദേവാസൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം വന്ന സമയം മുതൽ ആ സഭയുടെ ഒരു തിരഞ്ഞെടുപ്പ് എടുക്കാനിടയിൽ തീർന്നപ്പോൾ എന്നെ ആ സഭയുടെ ഒരു സെക്രട്ടറി ആയിട്ട് ദൈവജനം എല്ലാവരും തിരഞ്ഞെടുക്കാൻ തീർന്നു. എനിക്ക് ഈ കാര്യമായിട്ട് വചനത്തെക്കുറിച്ച് ഒന്നും അറിയാനോ അറിയത്തില്ലായിരുന്നു. എങ്കിൽ തന്നെ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് നന്നായിട്ട് അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ആ സമയം മുതലാണ് ഞാൻ ദൈവാസന്മാർക്കൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഒരുക്കി തരുമായിരുന്നു. അതിനുശേഷമായിട്ട് ഞാൻ പള്ളിയിലൊക്കെ കടന്നുപോയി. അങ്ങനെയാണ് സഭയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ദൈവം തിരഞ്ഞെടുക്കാനായിട്ട് ചേർന്ന് അങ്ങനെ 3 വർഷം സെക്രട്ടറി ആയിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ടും പുതിയ ദേവദാസൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ 3 വർഷക്കാലം ദൈവസഭയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നു. അതിൽ ഏറ്റവും നല്ല ഇതിനായിട്ട് അവരെനിക്ക് സഭയുടെ മൂപ്പന്റെ പദവി എനിക്ക് തരുവാനായിട്ട് തീർന്നു. പാസ്റ്റർ കഴിഞ്ഞ അസിസ്റ്റന്റ് പാസ്റ്ററുടെ ഒരു ചുമതല കൂടിയാണ് സഭയുടെ മൂപ്പൻ എന്ന് പറയുന്നത്. അതുപ്രകാരം ഞാൻ ആ സഭയിൽ ഒത്തിരി 10-18 വർഷത്തോളം ആ സഭയുടെ മൂപ്പനായിട്ട് സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിക്കാനിടയായി തീർന്നു. പെട്ടെന്ന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരാനായിട്ട് തീർന്നു. അന്ന് ആ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ദേവാസൻ കടന്നു പോകുന്നു. അദ്ദേഹത്തിന് അല്പം ജോലിയും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു കമ്മിറ്റിയിൽ ഒരു അവധി പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് എന്നോട് ഒരു അമർഷവും ദേഷ്യവും കൂടി പെട്ടെന്ന് അദ്ദേഹം ജനത്തെ എല്ലാം വേറെ രീതിയിൽ പറഞ്ഞ് തിരിപ്പിച്ച് ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് ആ സഭയിൽ നിന്ന് പെട്ടെന്ന് 1 മാസത്തോളം ഞാൻ ആ സഭയിൽ കടന്നുപോയി.
എന്നാൽ എനിക്ക് ആ ഓരോ ആഴ്ചയും ചെന്ന് എനിക്ക് മനസ്സിനെ മുറിപ്പെടുത്തുന്ന വേദനയുമായിട്ടാണ് ഞാൻ കണ്ണുനീരോടെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാകാനിടയിൽ ചേർന്നു. 1 മാസത്തോളം പോയി. വീണ്ടും ഇങ്ങനെ എന്നും നിരന്തരമായിട്ട് ഞായറാഴ്ച കഴിയുമ്പോൾ ഹൃദയത്തിന് വേദന കിട്ടുന്ന ആ രീതിയിലുള്ള പ്രസംഗങ്ങളും ഒക്കെ എനിക്ക് ഇടയായി ചേർന്നു. കണ്ണുനീരോടെ പലപ്പോഴും വഴിയെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ അറിയാവുന്ന ദേവാസന്മാരൊക്കെ എന്നെ ആശ്വസിച്ചിട്ട് പറയും, ഭാരപ്പെടേണ്ട, ഫലം കായ്ക്കുന്ന വൃക്ഷത്തിലിട്ട് ഏറ് കിട്ടുമെന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ഞങ്ങളുടെ ദേശത്തായിരിക്കുന്ന സീമസിലെ ജോസ് സ്വദേശിയൊക്കെ എന്നെ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ സഭയിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് പോകാൻ മനസ്സിലാവുന്നു. പെട്ടെന്ന് ആ സഭയിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് അവസ്ഥ വന്നു. ദേശത്ത് നിന്ന് ഒത്തിരി പ്രതികൂലങ്ങൾ പിന്നെ എനിക്ക് അവിടുന്ന് ഉണ്ടാകാനിടയിൽ തീർന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്ഥാനപ്പെട്ടതും എല്ലാം ഡബ്ല്യു ചർച്ചിലെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KM പൗലോസ് മാഷാണ് എന്നെ സ്ഥാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനിടയിൽ തീർന്നത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം അവിടെ നിന്നപ്പോൾ ദൈവം എന്നെ സ്ഥാനപ്പെടുത്താനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒക്കെ ദൈവം എന്നെ മുഖാന്തരങ്ങൾ ഒരുക്കിയത്. പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥകളൊക്കെ പലപ്പോഴും കൂടി വന്ന സമയത്തും ദൈവമക്കളായിരിക്കുന്ന അഭിഷക്തന്മാരൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതൽ നൽകാനിടയിൽ തീർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നോട് എൻ്റെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നത് എല്ലാ മാസവും ഞങ്ങളുടെ മുമ്പിൽ ഈ വ്യക്തിയെ കൊണ്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കാനിടയിൽ തീർന്നു. ആ സമയം മുതൽ ദൈവസന്നിധിയിൽ ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് ഒരു ദിവസം ആ സഭയുടെ ഒരു ദേവാസന്റെ മോൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സമയത്ത് രാത്രിയിൽ എന്നോട് ആരോ തട്ടി ഉണർത്തിട്ട് വിളിച്ചു പറയുന്നുണ്ട്, നീ നിന്റെ ദേവാസന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പല പ്രാവശ്യമായി 3 പ്രാവശ്യം എന്നെ തട്ടിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രാർത്ഥിക്ക് എന്ന് പറയാൻ ഇടയെത്തുന്നത്. ഞാൻ 3ാമത്തെ പ്രാവശ്യം പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. എന്നോടാണല്ലോ ആരും സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ സമയം മുതൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്നാണ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു കാഴ്ചപ്പാട് കാണിക്കുന്നത്. 2 പാറക്കല്ല് 2 കൂട്ടി വർഷി കഴിയുമ്പോൾ ഒരു രശ്മി പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രശ്മി ഒരു 2 വഴി ഇത് ഓടി പോവുകയായിരുന്നു. ഇത് ഓടിച്ചെന്നത് പോയി ഒരു മുഴയുണ്ടായിരുന്ന സ്ഥാനത്ത് അത് തട്ടി അതിനെ മാറ്റിവിടുന്നതായിട്ട് കാണിക്കാൻ ഇടയായി തീർന്നു. എനിക്ക് എന്താണ് അറിയത്തില്ലായിരുന്നു. അവരെ ആശുപത്രിയിലാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. ദിവസം ഞായറാഴ്ച ആ ദേവാസൻ ദാസി കടന്നു വന്നപ്പോൾ ഇന്നപോലെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അവരെന്നോട് പറയാൻ തുടങ്ങി, ഞങ്ങളുടെ മോള് ഇന്നപോലെ യൂട്രസിനകത്ത് മുഴയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഓപ്പറേഷത്തിന് ചെയ്യേണ്ട സകലം മുമ്പ് ഡോക്ടർക്ക് സംശയം തോന്നി, ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല കാണാൻ ഇടയായി തീർന്നു. അന്നു മുതൽ ദൈവം അവിടെ അത്ഭുതകരമായി വിടുതൽ കൊടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വചനം പഠിക്കാനൊക്കെ ചങ്ങനാശ്ശേരി അരമന പഠിക്കലുള്ള എബനേശ്വർ ബൈബിൾ കോളേജിന്റെ കീഴിൽ കുറേ നാളായിട്ട് ഞാൻ കുടുംബമായിട്ട് ബൈബിൾ കോളേജിൽ റെഗുലറായിട്ട് ക്ലാസ് പഠിക്കാനൊക്കെ പോയി. അങ്ങനെ തിരുവചനങ്ങളൊക്കെ പഠിക്കാൻ കൂടുതൽ ആഗ്രഹത്തോടു കൂടി കടന്നുപോയി പഠിക്കാനൊക്കെ ആ സമയത്ത് എനിക്ക് ചെറിയ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ വന്നു. പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണാനിടയായി തീർന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വിടുതൽ കൊടുക്കുന്ന അന്നൊന്നും അത്ര കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് പലരും പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാൻ തുടങ്ങിയത് ദൈവം പലരെയും വിടുതൽ കൊടുക്കുന്നതായിട്ട് പറയാനിടയിൽ തീർന്നത്. ഞങ്ങളിങ്ങനെ മിക്ക സമയത്ത് ദൈവം മറ്റ് പല ദേശങ്ങളിലേക്കൊക്കെ സുവിശേഷമായിട്ട് കടന്നു പോകാനൊക്കെ ദൈവം ചില മുഖാന്തരങ്ങൾ വഴിയിൽ ഒരുക്കാനിടയിൽ തീർന്നു. അങ്ങനെ ഇപ്പോൾ പാമ്പനാർ ദേശത്ത് LMS എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ ഒരു സഭയുടെ ശുശ്രൂഷനായിട്ട് ഗ്ലോബൽ മിഷൻ ഇന്ത്യ എന്ന ദൈവസഭയുടെ ഒരു ശുശ്രൂഷനായിട്ട് ദൈവം എന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേലയുമായിട്ട് കടന്നു പോകാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുക്കുവാൻ ഇടയായി തീർന്നു. കാലിന് നടക്കാൻ വയ്യാത്തവർക്ക് കർത്താവിന്റെ സൗഖ്യമാക്കി അവർക്ക് നടക്കാനുള്ള കൃപ കൊടുത്തു. തളർന്നു കിടന്ന രോഗികൾ പോലും കട്ടയെന്ന് എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് കാണുവാനുള്ള ഭാഗ്യം ദൈവ ദിവസങ്ങൾ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തമിഴ്നാടിന്റെ ദേശത്ത് ദിണ്ടിക്കൽ, കലൂർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സഭകളിലൊക്കെ മീറ്റിംഗ് കാര്യങ്ങളായിട്ട് കടന്നുപോയി അനേകരെ കർത്താവ് സൗഖ്യമാക്കി വിടുന്നതിനിടയായി തീർന്നു. ഒരു ജന്മന സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ദൈവാത്മാവ് സംസാരിക്കാനുള്ള ഇത് കൊടുക്കുന്നതായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ പല രോഗികളും സൗഖ്യമാകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ചില ഭൂതങ്ങൾ വാദിച്ചു നിൽക്കുന്നവരെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് അഴിയാൻ ഇടയായി തീർന്നു. അങ്ങനെ ഭൂതത്തെമേലും ഒരു ശുശ്രൂഷ ദൈവാത്മാവ് വെളിപ്പെടാനായി തീർന്നു. അപ്പോൾ തന്നെ അനേക രോഗികളെ കർത്താവ് സൗഖ്യം, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുന്നതായിട്ട് കാണാൻ ഇടയായി തീർന്നു. എൻ്റെ പുകഴ്ചയോ ഒന്നുമല്ല, ദൈവം തന്ന കൃപയാണ്. ഒന്നും അറിയത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർ മാറ്റി നിർത്തിയ സ്ഥാനത്ത്, ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത സ്ഥാനത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ അഭിഷേകത്തോടെ ദൈവം നിർത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അനേക സ്ഥലങ്ങൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരാനായി തുടങ്ങി. ഒത്തിരി രോഗസൗഖ്യം ഉണ്ടായി തീർന്നു. പ്രിയ ദേവാസൻ ആദ്യം തന്നെ
ഇൻഡക്ഷൻ ചെയ്തപ്പോൾ തന്നെ ഒരു UK-യിലുള്ള ഒരു കുടുംബം തകർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹം 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ്. അദ്ദേഹം തന്റെ കുടുംബജീവിതം തകർന്നു, 2 വർഷക്കാലമായിട്ട് കുടുംബജീവിതം തകർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നപ്പോഴാണ് പ്രിയ ദേവാസൻ എന്റെ നമ്പർ കൊടുക്കാനിടയിൽ തീർന്നത്. ഞങ്ങൾ രാത്രിയിലൊക്കെ മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കാനിടയിൽ തീർന്നത്. അദ്ദേഹത്തിന്റെ വീട് കോതമംഗലം ഈരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ആ സമയം ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി വീട് കൊടുക്കാൻ തുടങ്ങി. ദൈവം ആ ദേശത്ത് നിന്ന് ആ മകനെ പെട്ടെന്ന് നാട്ടിലേക്ക് വരുത്താനിടയിൽ തീർന്നു. അവിടെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടക്കാനിടയിൽ തീർന്നപ്പോൾ ദൈവം ആ കുടുംബത്തെ കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ അവര് UK-യുടെ ദേശത്ത് അവിടെ നഴ്സിംഗിന്റെ ജോലിയായിട്ട് അവർ കുടുംബമായിട്ട് താമസിക്കാനിടയിരുന്നു. ദൈവം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇനി ഒരിക്കലും ഞങ്ങൾ ചേരത്തില്ല എന്ന് പറഞ്ഞ് കുടുംബജീവിതം തകർന്ന് പോയ സ്ഥാനത്തും ദൈവം അത്ഭുതകരമായ അവരുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ കൊടുക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മഹത്വമാണ്, നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കഴിവോ ഒന്നുമല്ല. ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി അവരോട് സംസാരിക്കുന്നതാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നത്. ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നതുകൊണ്ടാണ് അവിടെ വിടുതൽ നടക്കുന്നത്. ഭൂതങ്ങളുടെ മേൽ ശാസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വെളിപ്പെടുന്നതുകൊണ്ടാണ് അവിടെ ശക്തമായ വിടുതൽ അവിടെ കൊടുക്കുന്നത്. ഇന്ന് പൽക്കാലം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പലപ്പോഴും കണ്ണുനീരോടെ കയ്പിന്റെ വേരൂന്നി നടന്ന സ്ഥാനത്തും ദൈവം ഇന്ന് പല സ്ഥലങ്ങളിലും ദൈവിക ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ഒക്കെ ദൈവം കൃപ. പലപ്പോഴും ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു സഭയിലൊക്കെ ചെന്ന് ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ പലപ്പോഴും വിഷമിച്ച സമയമുണ്ടായിട്ടുണ്ട്. പലരും എന്നെ പരിഹസിച്ച് വിട്ടിട്ടുണ്ട്. അതിന്റെ നടുവിലും ഈ ദിവസങ്ങളൊക്കെ ദൈവം നൽകിയ ആ കൃപയനുസരിച്ച് ദൈവം ഈ ദിവസങ്ങളൊക്കെ മുന്നോട്ട് നടത്തുന്നു. അതുപോലെ തന്നെ പ്രിയ ദേവാസനൊക്കെ പലപ്പോഴും എനിക്ക് കൈത്താങ്ങലിൽ തന്ന് സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ട് എന്നെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ കരമാണ് നമ്മൾ കൂടി ഇരിക്കുന്നത്. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം ഇത്രത്തോളം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു വചനമായിട്ട് നിൽപ്പാൻ ദൈവത്തിൽ കൃപ നൽകിയത്. ഒരു വാക്കും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എന്റെ നാവിന് തടിച്ച നാവായിരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന എന്റെ നാവിന്റെ കെട്ട് അഴിഞ്ഞു മാറാനിടയെ തീർന്നു. എന്റെ വളരെ ദൈവത്തിന് തന്ന കൃപയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. മാതാവാണ് ഞങ്ങൾ വളർത്തിയത്. ആ കാലഘട്ടത്തിൽ വളരെ ഒത്തിരി കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു. പിതാവ് ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ട് വഴിക്ക് വെച്ച് ഊരി മാറ്റി വിടുന്ന അനുഭവങ്ങൾ, സ്കൂളിലൊക്കെ കടന്നു തിരിച്ചു വരുമ്പോൾ സമയത്തൊക്കെ മറ്റുള്ള പിള്ളേരൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത അവസരങ്ങളൊക്കെ ഉണ്ട്. അന്ന് വളരെയേറെ ഹൃദയം മുറുങ്ങി വേദനയോടെ കടന്നുപോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അനേക പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരോടെ പ്രാർത്ഥന. അന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. ഒന്നെങ്കിൽ മദ്യവെച്ച് തന്റെ ശരീരത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒരു വേറെ ഇതിലേക്ക് പോകാനും തന്റെ ശരീരത്തിൽ ഒന്നെങ്കിൽ ബ്ലഡ് ശാദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചോ ഒന്നെങ്കിൽ മണ്ണ് ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞു. എന്നാൽ ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്കാണ് ദൈവസന്നിധി വിളിക്കാൻ ഇടയായിത്തീർന്നത്. സന്തോഷിച്ച ഒരു വാക്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷമാണ് 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് കാണുന്നുണ്ട്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോഴും പലപ്പോഴും നാം പ്രാർത്ഥനയിൽ പുറകോട്ട് പോകാറുണ്ട്. എന്നാൽ ഈ സമയം മുതൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, മടുത്തു പോകാണ്ട് എപ്പോഴും പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നൊരായുധമുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ദൈവം ഉയർച്ച വരുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസത്തിന്റെ നടുവിലും നീ ദൈവത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്റെ സ്ഥിതിക്ക് അവസ്ഥയ്ക്ക് മാറ്റം തരും. പലരും നിന്നെ നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ നടുവിൽ ദൈവം മാനിക്കുന്ന ആ ദൈവത്തിന്റെ സ്ഥലമാണ് ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം ചെയ്തു. പലപ്പോഴും നമ്മളെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കും, നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും പല വിഷയങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറുപടി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ പുറകോട്ട് പോകാറുണ്ട്. ഇന്ന് പൽക്കാലം ദൈവസന്നിധി വിശുദ്ധതയോടെ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരും എന്ത് ചെയ്യുക, മാനിക്കാനിടയിൽ തീർന്നു. എൻ്റെ ജീവിതത്തിലും ദൈവം എന്നെ മാനിക്കാനിടയിൽ തീർന്നു. പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നപ്പോഴും ഏതു സമയത്തും ജീവിതത്തിൽ മാറ്റപ്പെട്ടു പോയ സ്ഥാനത്തും ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം എനിക്ക് ഈ നിൽക്കാൻ ദൈവം തന്ന ഭാഗ്യം. ദൈവത്തിന് ഒരിക്കൽ കൂടി ദൈവം നന്ദി പറയാണ്. ദൈവമാണ് എന്നെ ഇതുപോലെ ആക്കി തീർക്കാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കി. ദൈവം ഓരോ വഴികൾ ദൈവം അവിടെ തുറന്നു തന്ന് ദൈവം മാനിക്കാനിടയിൽ തീർന്നു.
ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളതുകൊണ്ടാണ് എത്ര വലിയ ഇതാണെങ്കിലും ദൈവം അവൾ വെളിപ്പെടുത്തി തരും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ മടുത്തു പോകാണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, പുറകോട്ട് പോകാതെ വണ്ണം ദൈവത്തെ മുറുകെ പിടിക്കുക. പലപ്പോഴും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ദുഃഖ ജീവിതത്തിൽ നിരാശകളൊക്കെ കയറി വരും. അതിന്റെ നടുവിലും നാം ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രാർത്ഥനയ്ക്കും നമ്മുടെ മറുപടി വരുന്ന ആ ദൈവത്തിന്റെ സന്നിധിയാണ്. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളുമായിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതയുടെയും ഒക്കെ നടുവിലൂടെയാണ് കടന്നു. എനിക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാൻ ശ്രമം. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കുന്ന സ്ഥിതി വന്നുകൊണ്ട് അന്ന് എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. എന്നാൽ ദൈവം വിദ്യാഭ്യാസം ഉള്ളവരുടെ ഒപ്പം തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെയും മാനിക്കാൻ ഇടയായിത്തീർന്നു. അതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ പദ്ധതി. അല്ലെങ്കിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്ത് വിഷയമാണെങ്കിലും ഏത് ഭാരത്തിന് നടുവിലും നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവം നിന്റെ മതി തുടങ്ങി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. നമ്മൾ ഏറെ കാലമായി തലയിൽ ഈ ചുമട് ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ തലയിലെ ആ ചുമടും താത്തു വെച്ച് ദൈവത്തിലേക്ക് ആശ്രയിച്ച് ദൈവം നിനക്ക് വേണ്ട വിധത്തിലായിരിക്കുന്ന പുതിയ വഴികൾ ദൈവം തുറക്കും. പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ഇന്ന് ഈ സമയം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത്. ഉറച്ചു വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങും. കഷ്ടതകളും പ്രയാസത്തിലേക്ക് നടുവിലൂടെ കടന്നു വന്ന സ്ഥാനം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രത്തോളം നടത്താൻ ഇടയായി തീർന്നത്. അതുപോലെ തന്നെ ഏതേ സമയത്തും ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ദൈവം ഓരോ ശുശ്രൂഷകളും വെളിപ്പെടുത്താൻ ഇടയായി തീർന്നത്. ഈ ദിവസങ്ങൾ ദൈവത്തിന് ചില മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് ദേശത്തൊക്കെ അത്ഭുതത്തിന്റെ വിടുതൽ ചെയ്യാൻ ഇടയായി തീർന്നു. ഈ അവിടെ ആയിരിക്കുന്ന സഭകളിലൊക്കെ ദേവദാസന്മാരൊക്കെ കന്യാസ്ത്രീകളൊക്കെ ക്ഷണിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഇനി ആ സഭയെ തന്നെ 3 മാസം കൂടുമ്പോൾ തന്നെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ അവർ സഭയുടെ ദേവദാസനും ദൈവമക്കളും എല്ലാവരും ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അനേക ഇടങ്ങളിൽ കർത്താവ് എന്താണ് തരുന്നത്, ഞാനൊന്നും കർത്താവിനോട് ചോദിക്കും, കർത്താവെ നീ എന്താണ് എനിക്ക് തരുന്നത്? ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കർത്താവ് സമയത്ത് എൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൺമുൻപിൽ എൻ്റെ ദൈവാത്മാവ് കാണിച്ചു തരുന്ന വെളിപ്പാട് അനുസരിച്ചാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവം ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് ഞാൻ ആ വ്യക്തികളെ അടക്കം കാണിച്ചു തരുമ്പോഴാണ് ഞാൻ ആ വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് ഇന്ന കാര്യത്തിന് ഇന്ന സ്ഥാനത്ത് ഇന്ന സാധനം ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ കൃപ മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി പ്രയാസത്തിന് നടുവിലൂടെ കടന്നു വന്നെങ്കിലും ദൈവം ഈ ദിവസങ്ങളിൽ മാനിക്കാൻ ഇടയെത്തുന്നു. ഒത്തിരി പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന ഏറ്റവും കൂടുതൽ ആത്മീയ ലോകത്താണ് എനിക്ക് വേദനകൾ സംഭവിക്കാൻ ഇടയായിത്തീർന്നു. ഏറ്റവും കൂടുതൽ മുറിവുകൾ എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. അവിടെ എല്ലാം ആ മുറിവുകളെല്ലാം കെട്ടി മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളതൊക്കെ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവരോടെല്ലാം ക്ഷമയൊക്കെ ചോദിക്കാൻ ഇടയായിത്തീർന്നു. എൻ്റെ പിതാവിനോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ഒരു കാലഘട്ടത്തിൽ പിതാവ് ഞാൻ എന്തെങ്കിലും വളരും അന്ന് അതിന്റെ പിതാവിനെ കാണുമ്പോൾ അദ്ദേഹത്തെ ഞാൻ തകർത്ത് കളയും എന്ന് പറഞ്ഞായിരുന്നു ഇതിന്റെ ദൈവത്തിന്റെ ദൈവിക പെന്തിക്കോസ് അനുഭവത്തിലൂടെ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി. ഞാൻ എൻ്റെ പിതാവിനോട് നേരിട്ട് തന്നെ ക്ഷമ ചോദിക്കാനായിരുന്നു. ദൈവസനിൽ ആദ്യം ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ വീണ്ടും പിതാവിനെ കണ്ടു, നേരിട്ട് ഒന്ന് ക്ഷമ ചോദിക്കാൻ എടുത്തുന്നു. അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു. ഞാൻ ആ സമയം വീട്ടിലൊക്കെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ മരണ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ കടന്നു പോകാനിടയെ തീർന്നു. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരോടും ഒരു ഭാരവും വെക്കാതെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ ലോകത്ത് നടക്കുന്നത്. ഒത്തിരി പ്രയാസങ്ങൾ ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെട്ടെങ്കിലും എന്നാൽ ഇപ്പോൾ ഇപ്പൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നീട് ദൈവം ഒരു മധുരിക്കുന്ന അനുഭവം ജീവിതത്തിൽ തന്നതിനിടയെ തീരും. മാറായുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് എങ്കിൽ എന്നാൽ ഇനി പലക്കാലം ദൈവം പറയുന്ന എനിക്കൊരു മധുരിക്കുന്ന അനുഭവം ഞാൻ തരാൻ പോകാമെന്ന് ദൈവത്തിന്റെ തന്നെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഓരോ വഴികൾ തുറക്കാനിടയെത്തുന്നു. പ്രാർത്ഥിച്ച സമയങ്ങളൊക്കെ ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ ഇടയെത്തീർന്നു. ദിവസങ്ങളൊക്കെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്ന സമയങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവനാമത്തിന് ഇത്രയും സമയം അനുവദിച്ച ദാസിനോട് ഈ പ്രയർ ടീമിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ താങ്ങി. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത് പാസ്റ്റർ കെ ബിജുവാണ്. യാതൊരു വിധത്തിലുള്ള അഭിനയവുമില്ലാതെ നാടകീയതയുമില്ലാതെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തികച്ചും സ്വാഭാവികമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾക്കായിട്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടും. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയെയാണ് നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ എളിയ പരിശ്രമത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനിയും ദൈവമക്കൾക്ക് പ്രയോജനം ചെയ്യുന്ന അനേകരെ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കുമാറാട്ടെ. നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇതുപോലെ ഒരു ചെറിയ വീഡിയോ ചെയ്ത് അവരെ ലോകത്തിൻ്റെ മുമ്പാകെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ.